ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മഷ്റൂം തീമിലൊരു ഫെയറി ലാൻഡിലെ മഷ്റൂം ഹൗസ് ആണ് ചെയ്യുന്നത്. ശരിക്കും ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറയാം. ഇത് കാർഡ്ബോർഡ്, ചിരട്ട, തെർമോക്കോള്, കുറച്ച് ക്ലേ, ഈ സ്റ്റോൺസ്, കല്ലുകളില്ലാത്ത അതെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. കാർഡ്ബോർഡ് നമ്മൾ നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അതിന് കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടാൻ, ഒരു ഗ്രാസിൻ്റെ ഒരു എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോക്കോളും കൂടി യൂസ് ചെയ്തത്. തെർമോക്കോൾ ആ കാർഡ്ബോർഡിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് തെർമോക്കോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കട്ടിയും കിട്ടും, അതിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഒരു ഗ്രാസിൻ്റെ എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനിത് കണ്ടപ്പോൾ പോലെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നൊരു ഫെയറി മഷ്റൂം ഹൗസ് ആയിരുന്നു ഇത്. നല്ല ഭംഗിയാണ്, ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. ലാസ്റ്റ് വരെ കാണണേ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് എൻ്റെ ചാനലിലുണ്ട്, ഇനിയും പോസ്റ്റ് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത ചിരട്ടയിൽ ഫെവിക്കോളിൽ വെള്ളം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ ഒട്ടിക്കണം. ടിഷ്യൂ ഒട്ടിക്കുന്നത് നമ്മൾ ക്ലേ അത് നല്ലപോലെ ചിരട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ടോപ്പും ബോട്ടവും ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചിരട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടിലും ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. കുറേ ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അതുകൊണ്ട് ഇത്രയും 2:2 സ്പീഡിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇത്രയും കുറച്ച് വീഡിയോ കൊണ്ടുവന്നത്. എൻ്റെ വീഡിയോ ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ ഇത് ആദ്യമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. രണ്ട് ചിരട്ടയും നമ്മളിങ്ങനെ ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുത്തതിന് ശേഷമാണ് ക്ലേ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നാലേ ക്ലേ ഇതിലേക്ക് നല്ലതുപോലെ ഒട്ടിപ്പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, ഒരു ഫിനിഷിങ് കിട്ടാനും കൂടി. ടിഷ്യൂ കവർ ചെയ്തതിന് ശേഷം അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് തെർമോക്കോളിൽ ഗ്രീൻ കളറ് പെയിൻ്റ് അടിച്ചെടുക്കാൻ പോവാണ്. അതും ഡ്രൈ ആവാൻ വെക്കണം. നമ്മളതിൽ ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഫെയറി ലാൻഡ് ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഫെയറി ലാൻഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് നമ്മളിനി ഡ്രൈ ആവാൻ വെക്കുവാണ്. ഈ ചിരട്ട നമ്മളിനി ഈ മോൾഡിറ്റ് ക്ലേ ആണ്, അത് നിരത്തിയിട്ട് അത് കവർ ചെയ്ത് കൊടുക്കണം.
അതിന് മുന്നേ നമ്മൾ കുറച്ച് പേപ്പർ ഈ ചിരട്ടയ്ക്കുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ നമ്മൾ ചുരുട്ടിയെടുക്കുവാണ്. ചുരുട്ടിയെടുത്ത പേപ്പർ നമ്മൾ ചിരട്ടയ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കണം. അത് വെച്ച് ലെവൽ ചെയ്തിട്ട് നമ്മൾ ക്ലേ കൊണ്ട് ആ ഭാഗം നമ്മൾ കവർ ചെയ്ത് പിന്നെയും കൊടുക്കുവാണ്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലേ നല്ലപോലെ വെച്ച് ലെവൽ ചെയ്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ക്ലേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആ സൈഡും കൂടി എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് നല്ലപോലെ അമർത്തി അത് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ചിരട്ടയുടെ തന്നെ ടോപ്പ് ഭാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നെയും ക്ലേ പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുത്ത് ആ ചിരട്ടയുടെ ടോപ്പിലും കൂടി കവർ ചെയ്ത് കൊടുക്കണം. ആ കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുന്ന ക്ലേയുടെ മുകളിൽ ആ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാമെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ നല്ലതാണ്. ഇത് രണ്ടും കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, കയ്യിലിരിക്കുന്നുണ്ടായിരുന്നില്ല, താഴെ പോവായിരുന്നു. ഉണങ്ങുന്നതിന് മുന്നേ അല്ലേ അമർത്തി കൊടുക്കുന്നത്, അപ്പോൾ അതിൽ കൈയുടെ പാട് വീഴും. ഇപ്പോൾ ഒരു ചെറിയ മഷ്റൂമിൻ്റെ ഷേപ്പൊക്കെ ആയില്ലേ. ലാസ്റ്റ് ആകുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മഷ്റൂം വീടിന് നമ്മൾ വാതിലൊക്കെ വരച്ചു കൊടുക്കണ്ടേ, വാതിൽ, ജനൽ, ഇതെല്ലാം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം ക്ലേ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ക്ലേ പരത്തി ഡോറ് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തെടുക്കണം നമുക്ക്.
ഇനി നമ്മൾ 2 വിൻഡോയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ എടുക്കുവാണ്. ക്ലേ എടുത്തിട്ട് വിൻഡോ സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മഷ്റൂം ഹൗസിൻ്റെ പകുതി പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ആ തെർമോക്കോളിലേക്ക് ഈ മഷ്റൂം ഹൗസ് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് റൗണ്ട് സ്റ്റോൺ നമ്മൾ ഇതിൻ്റെ ചുറ്റും ഈ തെർമോക്കോളിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. ഒരു ചെറിയ വഴി പോലെ ഇട്ടിട്ട് ബാക്കി 2 സൈഡിൽ നിന്നും ഒട്ടിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതുപോലെ സ്റ്റോൺ വെച്ചിട്ട് ഒരു ക്യാച്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നമ്മുടെ ചാനലിലുണ്ട്. അതും കയറി കാണണേ. ഇനി ഫോം ക്ലേ വെച്ചിട്ട് ഗ്രാസ് ചെയ്ത് കൊടുക്കുക. ഫോം ക്ലേ ലൈറ്റ് ഗ്രീനും ഒരിത്തിരി ഡാർക്ക് ഗ്രീനോട് ചേർത്തിട്ടൊരു കളറാക്കി എടുത്തിട്ട് നമ്മൾ ഗ്രാസ് ചെയ്തെടുക്കുക. സൈഡിലുള്ള ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ വേലി പോലൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലായിരുന്നോ, അതെനിക്ക് ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ടു, ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് അവിടെ ഒരു മഷ്റൂം ഹൗസിൻ്റെ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വലിയ ചെടിയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് ആ സെയിം ഫോം ക്ലേ കൊണ്ട് തന്നെയായിരുന്നു. വലിയ ചെടിയും അതിൽ ഫ്ലവറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതെല്ലാം ഈ ഫോം ക്ലേ ഉപയോഗിച്ചിട്ടാണ്.
നമ്മുടെ വീടിന് പേരൊക്കെ ഇട്ട് മഷ്റൂം ഹൗസ് ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇനി ഇത് പെയിൻറ് ചെയ്യുന്നതിന് മുന്നുള്ള ലുക്കാണ്. അത് കഴിയുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ടൂത്ത് പിക്കിൽ സോൾഡറിങ് ചെയ്യുന്ന ആ കമ്പി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കെട്ടിക്കൊടുത്ത് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് മുറ്റത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ്, മഷ്റൂമിൻ്റെ ടോപ്പിൽ റെഡ്, താഴെ ഒരു ഓഫ് വൈറ്റ്, പിന്നെ കുറച്ച് ഡോറിനൊക്കെ ഉള്ള പെയിൻ്റ് എല്ലാം ചെയ്ത് ഡീറ്റെയിലിങ്ങും എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നേ. ആ ഹൗസിൻ്റെ ടോപ്പിൽ ഡോട്ട് ഇട്ട് കൊടുത്താലേ ഫിനിഷ് ആകത്തുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ആ ഡോട്ട് ഇടാൻ മറന്നുപോയി. പിന്നെ വീഡിയോ എല്ലാം എടുത്ത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഓർത്ത്. പിന്നെ ഞാൻ ആ ഡോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു ചെയ്തത്. ഡോട്ട് ഇട്ട് വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്തു റെഡിയാക്കുമായിരുന്നു. എന്തോ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നിയായിരുന്നു. അങ്ങനെയാണ് ഡോട്ട് ഇട്ടില്ല എന്ന് ഓർക്കുന്നത്. ഡോട്ടെല്ലാം ഇട്ടപ്പോൾ സെറ്റായി. ഫൈനൽ ടച്ചപ്പിലാണ് നമ്മുടെ മഷ്റൂം ഹൗസ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരുപാട് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. ഇതാണ് നമ്മുടെ മഷ്റൂം ഹൗസിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.